സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നൊരു ഗ്ലാമർ താരം മത്സരിക്കേണ്ടതായിരുന്നു. ഗ്ലാമർ താരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ CPM-ലെ ഗ്ലാമർ താരം. ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് നമ്മുടെ ഭാവനയൊന്നുമല്ല. കുറച്ചു കാലം നമുക്ക് പുറകോട്ടേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതായത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമങ്ങൾ ക്യാമറയുമായി സഞ്ചരിക്കുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാണാൻ സാധിച്ചത്. അതിലേറ്റവും ദുരൂഹമായതും കേരളം ഇന്നും വേദനിക്കുന്നതായിട്ടുള്ളൊരു സംഭവമായിരുന്നു ADM നവീൻ ബാബുവിൻ്റെ മരണം. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് CPM പിണറായി വിജയൻ്റെ സർക്കാർ അറസ്റ്റ് ചെയ്ത ഒരേ ഒരു പ്രതിയേ ഉള്ളൂ. പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഒരേ ഒരാളുള്ളൂ. അത് കണ്ണൂരിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയാണ്. ഈ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നത് നവീൻ ബാബുവിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടാണ്, ഒരു പ്രസംഗത്തിലൂടെ. അതെ. ഇപ്പം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ ഇവർ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് കയറി ചെല്ലുന്നു. ഇവർ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം മുഴുവൻ ഇവരുടെ ക്യാമറാമാനെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് പോലീസിൻ്റെ FIR-ലുള്ളത്, SIT സംഘത്തിൻ്റെ. പിന്നീട് നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അന്വേഷണം, CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും അത് നടന്നില്ല. ഇപ്പോൾ അത് തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വീണ്ടും അതിനൊരു അന്വേഷണം, പുനരന്വേഷണം, അതെ, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രയും സന്തോഷം. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, PP ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കുന്ന അതാണ് ഏറ്റവും വലിയ യോഗ്യത. പിണറായി വിജയൻ്റെ അടുത്ത സന്തത സഹചാരി എന്ന് പറയുന്നില്ല, അടുത്ത ശിഷ്യ, വത്സല ശിഷ്യ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ. ഇനി കുറച്ചും കൂടി നമ്മൾ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പിണറായി വിജയൻ എന്ത് ചെയ്യണം, എപ്പോൾ ഇരിക്കണം, എപ്പോൾ നടക്കണം, എപ്പോൾ കിടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ വളരെ അടുത്ത സൗഹൃദത്തിൽപ്പെട്ട ചില ആളുകളിൽ ഒരാളായിരുന്നു PP ദിവ്യ. ശിവശങ്കറിൻ്റെ സുഷമയെ പോലെയാണ് എന്ന ആ രീതിയിലൊരു വ്യാഖ്യാനം ഞാനിതിന് കൊടുക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഈ P ശശി അഡ്വക്കേറ്റാണ്, അഭിഭാഷകനാണല്ലോ. വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അഭിഭാഷകനായിട്ട് കോട്ടിട്ടുണ്ട്. ഈ കോടതിയിൽ വന്നത് PP ദിവ്യയുടെ കേസിന് വേണ്ടിയിട്ടായിരുന്നു. ഈ കേസിന് വേണ്ടിയിട്ടായിരുന്നു. അവർ വിശ്വനായിരുന്നു അഭിഭാഷകനെങ്കിലും ശശിയാണ് വന്നത്. ശശി ഉണ്ടായിരുന്നു അവിടെ. വിശ്വനാണ് ആ കേസ് നോക്കി നടത്തിയത്. പക്ഷേ ശശി ഉണ്ടായിരുന്നു. അന്ന് കോട്ടിട്ട് തന്നെ കോടതിയിൽ ഹാജരായിരുന്നു. നമ്മളും അത് വാർത്ത കൃത്യമായിട്ട് കൊടുത്തു. അപ്പോൾ P ശശിയും PP ദിവ്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. നമ്മളതിന് ദുർവ്യാഖ്യാനമൊന്നും കൊടുക്കുന്നില്ല. PP ദിവ്യ 2026 തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി അവരുടെ ഉറച്ച മണ്ഡലമാണ്. ഏത് കുറ്റിച്ചൂലിനെ കല്യാശ്ശേരിയിൽ നിർത്തിയാലും അരിവാൾ ചുറ്റിയ നക്ഷത്രം ഉണ്ടെങ്കിൽ ജയിച്ചിരിക്കും. വേറെ ആരും വോട്ട് ചെയ്യിപ്പിക്കുകയില്ല. പക്ഷേ PP ദിവ്യയെ വെട്ടി, അതായത് CPM-ൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങളാണ് പിന്നീട് നടന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷമാണ് PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലായിപ്പോയി. അത് TK ഗോവിന്ദൻ്റെ ഇടപെടൽ വളരെ കൃത്യമാണ് ആ കാര്യത്തിൽ. അല്ല, അവിടെ ഇത് എല്ലാം ഇപ്പോൾ സാറ് പറഞ്ഞാൽ TK ഗോവിന്ദൻ്റെ ഈ ഇടപെടലൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു നീക്കം എന്നുള്ളത് നമ്മൾ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു പോണത്. PK ശ്യാമളയെ തളിപ്പറമ്പിൽ കൊണ്ടുവരുമ്പോൾ PP ദിവ്യ കല്യാശ്ശേരിയിലോ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലോ മത്സരിക്കുമ്പോൾ ശൈല ടീച്ചറെ ഒഴിവാക്കാൻ പറ്റില്ല, PP ദിവ്യ, PK ശ്യാമള. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം 3 വനിതമാരെ അവിടെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 3 പേരും മന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ഒരു കാര്യം, ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമായിട്ടുള്ള മരണത്തോടുകൂടി തീരുമാനിക്കപ്പെട്ടു PP ദിവ്യ അൺലിസ്റ്റായി. വിജ്ഞാനമുള്ളതല്ല. അതിനൊരു പ്രധാന പ്രശ്നം ഈ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു കാരണം, കണ്ണൂരിൽ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകയെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനം നടക്കും. അതിനിടയ്ക്ക് ചെറിയ കാര്യം പറയും. ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവസം, ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് സ്വീകരിക്കാൻ MP ഗോവിന്ദനും ഉൾപ്പെടെ ശ്യാമള ഉൾപ്പെടെയുള്ളവർ ചെന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം, ഞാനൊരു യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർ കുറ്റവാളിയാണ്, ജയിലിൽ കിടന്നവരാണ് എന്ന് അറിയാത്ത ആൾക്കാരെ കൂടെ അറിയിക്കാൻ വേണ്ടിയുള്ള. അന്നൊരു മുദ്രാവാക്യം വിളിക്കാൻ അങ്ങ് പോയിരുന്ന ആരും വൃത്തിക്ക് പോലും ഇല്ലായിരുന്നു. എല്ലാവരും മറന്നു തുടങ്ങിയ സംഭവം.
വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് സമൂഹത്തിൻ്റെ മനസ്സിൽ PP ദിവ്യ കുറ്റവാളിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത സംഭവമായിരുന്നു. അല്ല, ഞാൻ അങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നും അല്ലല്ലോ പുറത്തേക്ക് ഇറങ്ങി വരണത്. അപ്പം അത് തന്നെയായിരുന്നു മറ്റേ ശുംഭൻ പ്രയോഗത്തിൽ MP ജയരാജൻ പുറത്തേക്ക് വന്നപ്പോഴുണ്ടായിരുന്നത്. പൂമാലയിട്ട് സ്വീകരിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ജുഡീഷ്യറിക്കെതിരെ, ആ ജുഡീഷ്യറിയിൽ പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് ജഡ്ജിമാരെ ശുംഭന്മാർ എന്ന് പറഞ്ഞിട്ട് അത് പ്രകാശം പരത്തുന്നവനാണെന്നുള്ള വ്യാഖ്യാനം കൊണ്ട് സംസ്കൃത പണ്ഡിതന്മാരെയും നിഘണ്ടുവൊക്കെ എടുത്തുകൊണ്ട് ചെന്നു. ആ അർത്ഥത്തിലല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ജയരാജൻ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ രക്തഹാരമൊക്കെ അണിയിച്ച് കൊണ്ടുവരുന്ന നമ്മൾ കണ്ടു. അതേ സമാനമായ ഒരു കാഴ്ചയായിരുന്നു PP ദിവ്യ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് 15 ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ടത്. അത് സാറ് പറഞ്ഞതുപോലെ ഈ MP ഗോവിന്ദനും PK ശ്യാമളയും അടക്കമുള്ള ആളുകൾ അവിടെ ചെന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെന്ന മട്ടിൽ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ PP ദിവ്യ കൊലപാതകിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായവൾ എന്ന രീതിയിൽ പ്രതിയായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നത്. അതിൻ്റെ ഉദ്ദേശം തളിപ്പറമ്പിലോ കല്യാശ്ശേരിയിലോ ശ്യാമളയ്ക്ക് സീറ്റ് വേണം, അത് ചോദിച്ചുകൊണ്ട് ദിവ്യ വരരുത്, ഇത് തന്നെയായിരുന്നു നടപ്പാക്കിയത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ TK ഗോവിന്ദൻ മാസ്റ്റർക്ക് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ തളിപ്പറമ്പിലൊരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശ്യാമള മാത്രമല്ലല്ലോ എന്നുള്ള TK ഗോവിന്ദൻ പറഞ്ഞു. നമ്മൾ മറ്റൊരു ചർച്ചയിലത് പറഞ്ഞതിൻ്റെ പേരിൽ കൂടുതൽ അങ്ങോട്ട് പോകണ്ട. പക്ഷേ PP ദിവ്യയെ എയിം ചെയ്തത് ഇതുകൊണ്ട് തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. PP ദിവ്യ അന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവരാരും അവിടെ പരിസരത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ കേസിനെ കുറിച്ച് ഹിയറിംഗ് ഉണ്ടാവുന്ന അവർക്കറിയാലോ, ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയാൻ സാധ്യത ഉണ്ടാവും. ഇവരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് തുറന്നു പറച്ചിലുണ്ടായാൽ പോയി. അത് അന്ന് നമ്മളെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്, കണ്ണൂരിലും വയനാട് കുറച്ച് ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് 5000 കോടി രൂപയുടെ ഭൂമി ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. കണ്ണൂരിൽ ചെങ്കളായി പരിസര പ്രദേശങ്ങൾ, നമ്മുടെ തളിപ്പറമ്പ് ദേവസ്വത്തിൻ്റെ കുറേ ഭൂമിയൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. തളിപ്പറമ്പ് ദേവസ്വത്തിൻ്റെ തന്നെയാണ് ആ ഭൂമി ഇപ്പോഴും. ഇത്തരം ഭൂമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് 5000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതിൻ്റെ കൃത്യമായ രേഖകൾ ADM നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ചെങ്കളായിലും പരിസര പ്രദേശങ്ങളിലും ഈ അടുത്ത കാലത്ത് കൂണുപോലെ ഉയർന്നു വന്ന കുറേ പെട്രോൾ ബങ്കുകൾ, ആ ഒരു പെട്രോൾ ബങ്കിൻ്റെ അനുമതി കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ADM നവീൻ ബാബുവിന് ജീവൻ നഷ്ടമായത്. പ്രശാന്തൻ എന്ന് പറഞ്ഞ പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ പല കാരണങ്ങളിലൊന്നും മാത്രം എന്നാണ് പറയുന്നത്. അതെ, അത് തന്നെ പറഞ്ഞു. ഇപ്പോൾ അത് ഒരു പെട്രോൾ ബങ്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ജീവനക്കാരനായ അയാൾക്ക് ഏതാണ്ട് 2.5 കോടി രൂപ വേണ്ടി വരുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പെട്രോൾ ബങ്ക് തുടങ്ങണമെങ്കിൽ അയാൾക്ക് അത്ര കണ്ട് സാമ്പത്തിക ചുറ്റുപാടുകളൊന്നും അന്ന് മാധ്യമങ്ങളടക്കം അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ പറ്റിയില്ല. എന്തിന് ഈ ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ടാണ് 1 ലക്ഷം രൂപ തികഞ്ഞില്ല. ഇതിലൊരു ഇന്നർ രാഷ്ട്രീയം കൂടെ ഉണ്ട്. ഈ പെട്രോൾ ബങ്കിൻ്റെ കാര്യത്തിലെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടപടിയെടുക്കാൻ പറ്റുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം മന്ത്രാലയം. കേന്ദ്ര ഗവൺമെൻറ് അനങ്ങിയില്ല, സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു മാത്രം അറിഞ്ഞിരിക്കും. അതെ, അല്ല, അപ്പോൾ ഇത് ഈ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ല അത്. അങ്ങനെ ഈ 5000 കോടി രൂപയുടെ ഇടപാടും കൂണുപോലെ മുളച്ചു വരുന്ന പെട്രോൾ ബങ്കുകളൊക്കെ PP ദിവ്യയുടെ മാത്രം താല്പര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ PP ദിവ്യ എന്ന് പറയുന്ന ഒരു പ്രവർത്തക അല്ലെങ്കിൽ ഒരു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളായിരുന്നില്ല. അവർക്കൊരു മറ്റ് ചില കമ്പനികളൊക്കെ കൂടി ഇവർക്കുണ്ടായിരുന്നു. അവരുടെ സൈനിന് പവറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴാണ് അവിടെ MP ഗോവിന്ദനും CPMൻ്റെ മറ്റ് സമ്മന്നതരായ പല നേതാക്കളും ഉൾപ്പെടുന്ന ഒരു കണ്ണൂർ ലോബി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗ്രൂപ്പിൽ P ജയരാജൻ. അതെ, അപ്പം അത്തരം ചില ആളുകളുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളാണ് PK ശ്യാമളയും MP ഗോവിന്ദനും എല്ലാം PP ദിവ്യ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവരെ ജയിലിന് പുറത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടി ചെന്നതിൻ്റെ പുറകിലുള്ള വികാരം. ഇതിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരെ ഒരു കൊലക്കേസിൽ പ്രതിയാകാൻ പോകുന്ന രീതിയിൽ സംശയിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരാൾ എന്നൊരു ഒരു ഡീമെറിറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബോധപൂർവ ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ജയിലിൻ്റെ
അല്ല, അപ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥിത്വം സുരക്ഷിതമാക്കി ഉറപ്പാക്കാൻ വേണ്ടി തർക്കമില്ല. സൂര്യനെ ഒഴിവാക്കി. പിന്നെ മുന്നിൽ വരാൻ പറ്റിയ ശ്രീമതി ടീച്ചറെ എല്ലാം വിളിച്ചോണ്ട് വരണം. അല്ലേ, എടുക്കാത്ത ഇതായി. ഇനിയിപ്പോൾ നടപടിയില്ല. അപ്പോൾ ഈ പി ദിവ്യയെ രാഷ്ട്രീയപരമായി അന്നേ തന്നെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നോട്ടമിട്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഫലം അല്ല, അതിൽ ഇപ്പോൾ ചേർത്ത് പറയുമ്പോൾ ഒന്നുകൂടി എടുത്തു പറയട്ടെ, കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ പുനരുദ്ധാരണം അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. പി ദിവ്യ ജില്ലാ പ്രസിഡന്റായിട്ട് നടന്ന സമയത്താണ് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണേ. അതിൻ്റെ ഉദ്ഘാടനം ചടങ്ങിലേക്ക് പി ദിവ്യ വിളിച്ചിട്ടുണ്ടായില്ലേ? അന്ന് വീണ ജോർജിനെതിരെ, ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ പി ദിവ്യ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുതൽ സർക്കാർ എൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് വരെ ഒഴിവാക്കി നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ടി.കോ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ കൃത്യമായിട്ട് വ്യക്തമായി. നോമിനേഷൻ കൊടുത്തു മനസ്സിലായി. ഇപ്പം ഈ വർഗവഞ്ചകർ ആരാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വർഗത്തെ വഞ്ചിക്കുന്നവരല്ല വർഗവഞ്ചകർ. ഇപ്പം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗം, അങ്ങനത്തെ വർഗസമര വർഗ സിദ്ധാന്തമൊന്നും ഇപ്പോൾ പറയുന്നില്ല. വർഗവഞ്ചകർ എന്ന് പറഞ്ഞാൽ സ്വവർഗത്തിൽ ജനിച്ച് വളർന്നവർ, എല്ലാ കള്ളത്തരങ്ങളും ഉള്ള നടത്തിക്കൊണ്ടിരുന്നവർ പരസ്പരമുള്ള വഞ്ചനയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു തരത്തിലുള്ള അധികാരപ്രമത്തത മാത്രമാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് വിശ്വസിക്കുന്ന ഒരു ലൂയി 14 അങ്ങനെ പറഞ്ഞു. അതെ. അപ്പോൾ എനിക്ക് ശേഷം ഇത് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ എൻ്റെ പിൻഗാമികൾ വേണം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള. അത് മാത്രമല്ല, ഈ പിൻഗാമികൾക്ക് അധികാരം കൊടുക്കുമ്പോൾ ഒരു വേറൊരു ഉദ്ദേശങ്ങളുണ്ട്. താൻ സ്വന്തമെന്ന് കരുതുന്ന സ്വത്ത്, മക്കളൊക്കെ പോട്ടെ, ഈ സ്വത്ത് സംരക്ഷിക്കാൻ മൂന്നാമതൊരാളെ ഏൽപ്പിക്കാൻ വിശ്വാസമില്ല. അപ്പോൾ ആ സ്വത്ത് വിശ്വസ്തൻ്റെ, എൻ്റെ മരണശേഷവും എൻ്റെ പാരമ്പര്യമായിട്ട് ഈ സ്വത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ സ്വന്തക്കാരെ ധ്യേയീകരിക്കുന്നത്. അത് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, സൈക്കോളജിക്കലായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് സുരക്ഷിതത്വം കിട്ടണം, വേറൊരുത്ത നാളെ അധികാരം കൊണ്ടുവരുന്നതിലും. മറ്റൊരു സാറ് പറഞ്ഞത്, ഞാൻ ആ രീതിയിൽ പറഞ്ഞ അവസാനം ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, അടുത്ത കുരിശ് വീഴാൻ പോകുന്നത് റിയാസിൻ്റെ പെടലിക്കാണോ? എന്തുകൊണ്ട് പി വിജയല്ല, വീണ വിജയനും വേണമെങ്കിലൊരു താരമായിട്ട്, ഒരു വി.കെ. ശ്യാമളയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ വളരാൻ ചാൻസ് വല്ലതും ഉണ്ടോ? ഇപ്പോഴത്തെ ഒരു നിലപാടിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ, നമ്മുടെ ഒരു രാഷ്ട്രീയ പരിമിതമായ ഒരു അവബോധം വെച്ച് നോക്കുമ്പോൾ, സാറ് ഇപ്പോൾ വീണ വിജയൻ്റെ കാര്യം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ എന്താ നിലനിൽപ്പെന്ന് ആലോചിച്ചിട്ട് മതിയില്ല അങ്ങോട്ട് പോകാൻ, അല്ലേ? ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു വിഷയം മാത്രമല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സംഘടനകളിൽ കൃത്യമായ മാറ്റങ്ങളുണ്ടാകും. CPM അടക്കമുള്ള അവിടെ ഒരു ചെറിയ സംശയം. BJP ചെഗുവരെ കേരളത്തിലുണ്ടാവുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി BJP എന്തായാലും BJP ചെഗുവരെ പുതിയ പാർട്ടിയാണ്. BJPയുടെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഭയിൽ ആരെങ്കിലുമൊക്കെ BJPക്കാരുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഒരു പ്രതിപക്ഷ ബെഞ്ചെന്ന് പറയാം. അതിൽ പ്രതിപക്ഷ ബെഞ്ചിൽ BJP ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2026 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറും, സാഹചര്യം മാറും. CPM അടക്കമുള്ള സംവിധാനങ്ങളിൽ മാറ്റമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ആ മാറ്റത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.